ഭാരതീയരായ നമ്മളെ സംബന്ധിച്ച് അമൃതം വീണു എന്ന് വിശ്വസിക്കുന്നതാണ്. പുണ്യസ്ഥലങ്ങളിൽ 12 വർഷം മുമ്പ് നടക്കുന്ന വലിയ കുംഭമേള നമുക്കെല്ലാവർക്കും പറ്റി. അത് പ്രയാഗിൽ ഒക്കെ നടത്തുന്നത് ഈ വർഷം വളരെ വിശദമായി മാധ്യമങ്ങളുടെയൊക്കെ വൈവിധ്യം കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അത്തരമൊരു സംസ്കാരം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് പല കാരണങ്ങളാണ് ധന്യമാണ്. ഭാഗ്യവശാൽ ഈ കഴിഞ്ഞ 2016 നിളയുടെ തീരത്ത് തിരുനാവായി വളരെ ചെറിയ നിലയിൽ ഒരു ദിവസം മാത്രമായി ആരംഭിച്ച നിള ആനന്ദി അത് 3-4 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കൊറോണയ്ക്ക് ശേഷം 3 ദിവസമായിട്ടുള്ള മാഘമാസത്തിലെ മകത്തിലും അവസാനിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ നടത്തും. ആ പരിപാടി അത്തരത്തിലൊന്ന് രൂപപ്പെട്ട് വരുന്നതിന് മലപ്പുറം ജില്ലയുടെ സാംസ്കാരിക പശ്ചാത്തലത്തെ ഉയർത്തിപ്പിടിക്കണം. തുഞ്ചത്തെഴുത്തച്ഛൻ ജനിച്ച, നാരായണ ഭട്ടതിരി ജനിച്ച, കുഞ്ഞാണി ജനിച്ച, വില്യമംഗലം ജനിച്ച, എന്നാൽ ഇന്ന് ഹിന്ദുത്വത്തിന്റെ മുഖച്ഛായ നഷ്ടപ്പെട്ടു എന്ന് പലരും പ്രചരിപ്പിക്കുന്ന ആ മലപ്പുറത്തിന്റെ സാംസ്കാരികമായ ഔന്നിത്യം അത് ബഹുജനങ്ങളിൽ എത്തിക്കണം എന്ന നിലയിലാണ് ഹൈന്ദവ സമാജ പ്രവർത്തകന്മാർ അത്തരം ഒരു ചെറിയ പരിശ്രമത്തിന് ആരംഭിച്ചു. ആദരണീയനായ അധികം, അതുപോലെ ശ്രീ പരമേശ്വർജി, വളരെ കാലം മുമ്പ് ശ്രീ മാധവിജി, ഇവരൊക്കെ തന്നെ കേരളത്തിലെ സാംസ്കാരിക ഭൂപടത്തെ പറ്റി മനസ്സിലാക്കിയിട്ട് ഇത്തരം ഒരു സത്പ്രവൃത്തി വേണ്ടി ആരംഭിക്കാനുള്ള പ്രയത്നങ്ങൾ. ഏതായാലും അത്തരം ഒരു ചെറിയ പരിശ്രമം തിരുനാവായി നടന്നുകൊണ്ടിരുന്നത് ഈ വർഷത്തെ മാഘമാസത്തിലെ മാഘം ആഘോഷം അത് എങ്ങനെ നടത്തണം എന്ന ചർച്ചകൾ നടക്കുന്നതിനിടയിൽ കോട്ടക്കല് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ശ്രീ ആനന്ദവനൻ സ്വാമികൾ, അദ്ദേഹം കേരളത്തിലെ തെക്കൻ ഭാരതത്തിലേക്ക് നിയോഗിക്കപ്പെട്ട മഹാമണ്ഡലേശ്വരൻ എന്ന നിലയിൽ ആ ഒരു തന്നെ നിക്ഷിപ്തമായ കർത്തവ്യത്തെ പറ്റി വളരെ ജാഗ്രതയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഈ കോട്ടക്കൽ നടന്ന ഒരു ഹിന്ദു സമ്മേളനത്തിൽ ഈ ഒരു വിഷയം അദ്ദേഹത്തിന് മുന്നിൽ വെച്ചപ്പോ നമുക്ക് ഈ വർഷം അത് വിപുലമായി നടത്താൻ ചിന്തിക്കാം എന്ന് ആലോചിക്കുകയും വൃശ്ചിക മാസത്തിൽ ഈ കുന്നംകുളത്തിനടുത്ത് നടക്കുന്ന വേദം ചൊല്ലുന്ന ആ മത്സരം പാരമ്പര്യമായി നടക്കുന്ന അതിനകത്ത് ഒത്തുചേർന്നപ്പോൾ അദ്ദേഹം അതിനു മുമ്പേ തന്നെ കേരളത്തിലെ പ്രമുഖ സന്യാസിമാരോട് സംസാരിച്ചത് ഈ വർഷം തിരുനാവായിലെ മാഘം ഉത്സവം കുംഭമേള നടത്താം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പ്രകടിപ്പിക്കും. അത് കഴിഞ്ഞ് ഈ മഹോത്സവം നടക്കുന്നതിന്റെ 1.5 മാസം മുമ്പേ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. തിരുനാവായിലെ സ്വാഗത സംഘം വിളിച്ചു. സ്വാമിജിയുടെ ബന്ധത്തിലുള്ള തമിഴ്നാട്ടിലെ ആദീനങ്ങൾ, അതുപോലെ മറ്റു ചില സന്യാസി മഠങ്ങൾ, അമൃതാനന്ദമയി മഠം, മറ്റ് തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിലൊക്കെയുള്ള ചില സന്യാസിമാര്, അങ്ങനെ നമ്മുടെ ഹിന്ദു സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചുരുക്കം ജനപ്രവർത്തകരും ബാക്കി സജ്ജനങ്ങളും അടങ്ങി ഒരു 500 പേരോട് ഈ സ്വാഗത സംഘത്തിൽ തന്നെ വന്നു. ആ സ്വാഗതത്തിന്റെ പ്രസിഡന്റ്, ജനറൽ കൺവീനർ, പ്രസിഡന്റ് അങ്ങനെ നിശ്ചയിച്ചിട്ട് ഈ പരിപാടി ചെറിയ തോതിൽ നടത്താൻ ആരംഭിച്ചു. ആ നവംബർ മാസം 15 തന്നെ കളക്ടർ പോയി കണ്ടിരുന്നു. കളക്ടർ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് പ്രാദേശിക ഇലക്ഷൻ, ലോക്കൽ ബോഡി ഇലക്ഷൻ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറയുകയും
അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയി കാണുമ്പോൾ അതൊക്കെ നീട്ടി അവർക്ക് വലിയ ശുഷ്കാന്തിയില്ലാത്ത സാഹചര്യങ്ങളാണ്. പക്ഷേ ഇത് നടത്തിയേ പറ്റുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് എഴുതി കിട്ടിയ അനുമതിയൊന്നുമില്ലാതെ തിരുനാവായിയുടെ ഈ പരിപാടി നടക്കാൻ ഉദ്ദേശിക്കുന്ന 12 ഏക്കർ സ്ഥലം നദി ഒഴുകാത്ത സമയത്ത് പുല്ല് പിടിച്ച് കാട് പിടിച്ച പോലെ കിടക്കുന്ന ആ സ്ഥലം JCB കൊണ്ട് ഒന്ന് വൃത്തിയാക്കാൻ തുടങ്ങി. തിരുനാവായിലെ ആ പുഴയിൽ കടന്ന് തവനൂരിലേക്ക് പോകുന്ന തരത്തിൽ ഒരു താൽക്കാലിക പാലം നടത്താനുള്ള അല്ലെങ്കിൽ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു, കോൺട്രാക്ട് കൊടുത്തു. അപ്പോഴാണ് നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയതുപോലെ സ്റ്റോക്ക് മെമ്മോ. ഈ സ്റ്റോക്ക് മെമ്മോ വന്നെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ വർഷം ഈ ഉത്സവം നടത്തും. 272 കൊല്ലങ്ങൾക്ക് മുമ്പേ മുടങ്ങിപ്പോയ ഇത് ഈ വർഷം പ്രചാരിപ്പിക്കാൻ ഹിന്ദു സമാജത്തിന് ബാധ്യതയുണ്ട്. മുഴുവൻ ഭാരതത്തിലെയും ഹിന്ദു സമൂഹത്തിന്റെ പിന്തുണ, ഋഷീശ്വരന്മാരുടെ പിന്തുണ ഉണ്ട് എന്ന ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോയി. കോടതിയിൽ പോയി ഇതിന് അനുമതി നിഷേധിച്ച സർക്കാർ നടപടി ചോദ്യം ചെയ്തു. തൽക്കാലം കോടതി തടഞ്ഞില്ല. ഇത്രയും തയ്യാറെടുപ്പ് നടന്നതിൽ പാലത്തിന്റെ ബലം പരിശോധിച്ചാൽ മതി എന്ന് പൊതു മരാഠി വകുപ്പിന് നിർദ്ദേശം നൽകി. അത്തരം കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ വളരെ അത്ഭുതകരമായി ഈ വർഷം ഈ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ നീപ്പറ്റൂടെ നമ്മൾ നോക്കുമ്പോൾ സത്യത്തിൽ ഈ പാലം മരത്തിൽ ഉണ്ടാക്കിയ അത് തന്നെ 220 മീറ്റർ നീളത്തിൽ, അതിന്റെ 2 വശത്തുള്ള റാമ്പും കൂടി ചേർന്ന് 260 മീറ്റർ ആയിട്ട് നീളം. ഒരു 1.5 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴി വെച്ചിട്ടാണ് ഈ പാലം പറ്റുന്നത്. വെറും പ്രാദേശികമായ ടെക്നോളജി എന്ന് പറയാം. വലിയ കൺസ്ട്രക്ഷൻ കാര്യങ്ങളല്ല. സാധാരണ കോൺട്രാക്ടർമാർ വന്ന് അത് പണിത് അതിന് പലയിടത്തും താഴ്ന്നു പോകാതിരിക്കാൻ നൂറുകണക്കിന് ചാക്കി ഒക്കെ വെച്ച് അത് ഒരു അപകടമില്ലാതെ ഈ ദിവസങ്ങൾ മുഴുവൻ ലക്ഷക്കണക്കിന് ജനങ്ങളെ അക്കരയിലേക്ക് കടത്തി എന്നുള്ള അത്ഭുതകരമായ ഒരു സ്ഥാപനം. അപ്പൊ സത്യത്തിൽ ഈ മാഘമകം എന്നത് ഈ വർഷം നടന്നത് ഒരു മഹാത്ഭുതമാണ് എന്ന് തന്നെ നമുക്ക് വകുപ്പിപ്പാൻ. പക്ഷെ ഇന്ന് ഒരല്പം അതിന്റെ പകുതിയിലേക്ക് ചിന്തിച്ച് എങ്ങനെയാണ് നമ്മൾ ഇത്തരം ഒരു സാംസ്കാരികമായ പശ്ചാത്തലത്തിൽ നിന്നാകുന്നത്, കേരളം പ്രത്യേകമാണ് എന്ന ഒരു തെറ്റായ പ്രചരണത്തിനുള്ളിൽ വിട്ടുപോയി. ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ ഇടക്കിടക്ക് നിരീശ്വരവാദികളൊക്കെ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഇത് കേരളമാണ്, കേരളം ഒരു പ്രത്യേകമാണ്. ഈ ഒരു തെറ്റായ പ്രചരണത്തിൽ നമ്മളെല്ലാം വിട്ടുപോയി. സത്യത്തിൽ അങ്ങനെയല്ല എന്നുള്ളതാണ് പരമാവധി. ഈ പവിത്രമായ ഭാരതഭൂമിയിൽ എന്തെല്ലാം സംസ്കാരവും എന്തെല്ലാം മൂല്യങ്ങളും ഉണ്ടോ അവയെല്ലാം തന്നെ ഒരു കേരള പതിപ്പായി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. ഭാരതം മുഴുവൻ വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത ആചാരങ്ങളും നിലനിൽക്കുന്നതുകൊണ്ട് ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ മറ്റെല്ലാ പ്രദേശങ്ങളിലും തിരിച്ചാലും കഴിച്ചാലും അവര് തിഥിയാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ അക്ഷരമാണ്. കേരളത്തിൽ ബ്രാഹ്മണർക്ക് മാത്രമേ ഗോത്രമുള്ളൂ. ഭാരതത്തിൽ ബാക്കി എല്ലാവർക്കും ഗോത്രമുണ്ട്. അവരുടെ ഗോത്രം എന്താണ് എന്ന് ചോദിച്ചാൽ കർമ്മങ്ങൾ ചെയ്യാൻ പോയാൽ ഗോത്രം ചോദിക്കും. കേരളത്തിലെ ശീലമില്ല. ഓരോ സമുദായത്തിനും അവരുടേതായ സമുദായത്തിൻ്റെതായ ഒരു മഠമുണ്ട്. അതിന്റെ നിയന്ത്രണത്തിലാണ് സമൂഹം. ഭാരതം മുഴുവൻ അവരുടെ വ്യവസ്ഥ. പക്ഷെ കേരളത്തിന് അവർക്കൊരു സമ്പ്രദായം. അപ്പൊ അതുകൊണ്ട് പരശുരാമൻ മഴുവെറിഞ്ഞ് ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ഈ ഭൂമിയെ സമുദ്രത്തിൽ നിന്ന് ഉയർത്തിയെടുത്തു എന്നുള്ള ഐതിഹ്യ കഥകളെ ഉപോത്ബലമായ ഒരു സാമൂഹ്യ പരിസ്ഥിതിയാണ് കേരളത്തിന്റെ. പക്ഷെ ഞാൻ പറഞ്ഞു ഭാരതം മുഴുവനുള്ള നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെതായ ഈടുവെപ്പുകൾ, അതിന്റെ മൂല്യങ്ങൾ ചോർന്നു പോകാതെ കേരളത്തിൽ വിവിധ നിലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ സാധിക്കും. കേരളത്തിന്റെ മനോഹരമായ ഭൂപ്രകൃതിയെ പച്ചയാണ്ടിരിക്കുന്ന സത്യത്തിൽ തലവെച്ചും സ്വച്ഛാന്തി അണക്കെട്ട പാദോപദാനം കൊണ്ടും
പള്ളിയോട് പാർശ്വരിക്കുന്ന കൊള്ളുന്നു മാരി ഗോവർണേശ്വരമാണ് എന്ന് കവി വർണ്ണിച്ച ആ ഒരു മനോഹരമായ ഒരു ചിത്രം. അത് ഭാരതത്തിന്റെ ഒരു ചെറിയ രൂപമാണ്. ഏതുപോലെയാണോ വടക്കേ അറ്റത്ത് കൈലാസവും തെക്കേ അറ്റത്ത് കന്യാകുമാരിയുമായി ഭാരതം എന്ന ഈ പുണ്യഭൂമി നിൽക്കുന്നത്, അതേപോലെ ഗോകർണം വടക്കേ അറ്റവും തെക്കേ അറ്റത്ത് കന്യാകുമാരിയുമായി ഒരു പവിത്ര ഭൂമിയായിട്ടാണ് ഈ കേരളം. നമ്മൾ പറയുന്ന 5127 വർഷങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണൻ സ്വർഗ്ഗാരോഹണം ചെയ്തു, കലിയുഗം ആരംഭിച്ചു. അതിനു മുമ്പാണ് മഹാഭാരത യുദ്ധം നടന്നത്. ആ മഹാഭാരത യുദ്ധത്തിൽ കേരളത്തിന്റെ രാജാവ് പ്രതിനിധീകരിച്ചിരുന്നു, തെക്കൻ ഭാരതത്തിന്റെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്ന് മഹാഭാരതത്തിൽ നമുക്ക് കാണാം. അപ്പൊ അത്രയും പഴക്കമുള്ള ഒരു സാംസ്കാരിക ധാര കേരളത്തിൽ പ്രവഹിച്ചിരുന്നു. പിന്നീട് 2000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതം മുഴുവൻ വ്യാപിച്ച ജൈന ബുദ്ധ സംസ്കാരവും ആ മതത്തിന്റെ സ്വാധീനവും കേരളത്തിൽ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ശക്തമായ ബുദ്ധ ജൈന വിഹാര കേന്ദ്രങ്ങൾ ഇന്നും ചരിത്രത്തിൽ നമുക്ക് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ കാണാൻ സാധിക്കും. ഇപ്പൊ ഭാരതത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ എന്തെല്ലാം സാംസ്കാരിക പ്രഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്രപരമായ കാര്യമാണ്. ഭാരതം മുഴുവൻ രാഷ്ട്രമാണ് നമ്മൾ എന്ന് പറയുമ്പോൾ രാജ്യങ്ങൾ അനുമതിയാണ്. ഈ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കും. രാഷ്ട്രം എന്നുള്ളത് ഭരണപരമായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്. രാഷ്ട്രം ഒരു സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകീകരിക്കപ്പെട്ട ഒരു സാംസ്കാരിക ഘടകമാണ്. ആ ഭാരതം എന്ന രാഷ്ട്രത്തിനകത്ത് പ്രസിദ്ധമായിട്ടുള്ള ഈ പറയുന്ന രാജാക്കന്മാർ മഗധം, കലിംഗം, മംഗം, കോസലം, അങ്ങനെയുള്ള വലിയ പ്രസിദ്ധങ്ങളായ രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. ഈ തെക്ക് ഭാഗത്ത് ചാലൂക്യന്മാരും പല്ലവന്മാരും ചോളന്മാരും ചേരന്മാരും പാണ്ഡ്യന്മാരും ഒക്കെ തന്നെ തെക്കൻ ഭാരതത്തിന്റെ ഭരണാധികാരികളാണ്. അവരെല്ലാവരും ഭരണപരമായാണ് നടത്തിയിരുന്നെങ്കിലും എല്ലാവരും ഹൈന്ദവ സംസ്കാരത്തിന്റെ സംരക്ഷകരായി. ചിലർ ശൈവധർമ്മത്തിന്റെ പിന്തുണക്കാരായിരുന്നു, ചിലർ വൈഷ്ണവ മതത്തിന്റെ പിന്തുണക്കാരായിരുന്നു, ചിലർ ബുദ്ധധർമ്മത്തിന്റെ പിന്തുണക്കാരായിരുന്നു. മൈനേജിയും മറ്റും തമിഴിലുണ്ടായിട്ടുള്ള വിധികൾ ബുദ്ധധർമ്മത്തിന്റെ വളർച്ചയുടെ കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ നമ്മളിന്ന് കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു ഭൂമി പ്രത്യേകമായ കാസർഗോഡ് മുതൽ നമ്മുടെ മാർത്താണ്ഡം വരെയുള്ള ഒരു ഭരണപ്രദേശമായി ഭാഷാപരമായ ഒരു സംസ്ഥാനമായി മാറുന്നതിന് മുൻപ് സാംസ്കാരികമായി ഗോകർണം മുതൽ കന്യാകുമാരി വരെ നമുക്കൊരു എൻറ്റിറ്റി, ഒരു വ്യക്തിത്വം ഉണ്ടായി. പക്ഷെ അതിനെ മുൻപ് നമ്മൾ യഥാർത്ഥമായി തമിഴകം എന്ന പ്രദേശത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ആന്ധ്രയുടെ പ്രദേശത്ത് നിന്ന് ആരംഭിച്ചു ചാലൂക്യന്മാരുടെ ഭരണം മുതൽ പാണ്ഡ്യന്മാരും ചോളന്മാരും ഒക്കെ ഭരിച്ചിരുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന 5 ഭരണ വ്യവസ്ഥകൾ നമുക്ക് ഈ തെക്കൻ ഭാരതത്തിൽ കാണാൻ കഴിയും. അതിൽ ചേരന്മാർ എന്ന് പറയുന്ന രാജവംശത്തിന്റെ ഭരണത്തിലാണ് ഏകദേശം ഇന്നത്തെ കേരളം. ആ രാജാക്കന്മാർ എന്ന് പറയുന്ന തെക്കൻ മുതൽ കൊലക്കരിയുടെ വടക്കേറ്റത്ത് ഏഴിമല വരേക്കുമുള്ള ആ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന കേരളത്തിൽ ചെറിയ ചെറിയ രാജാക്കന്മാർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ചെറിയ ചെറിയ രാജാക്കന്മാരിലേക്ക് മുൻപ് 1000 കൊല്ലം മുൻപ്, 500 കൊല്ലങ്ങൾക്ക് മുൻപ് ചേരഭരണം വളരെ ശക്തമായ ഒരു വ്യവസ്ഥയായി കേരളത്തിൽ ഉണ്ടായിരുന്നു. ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന അവസാനത്തെ ചെറിയ രാജാവ് തിരുവഞ്ചി അല്ലെങ്കിൽ വഞ്ചി, കൊടുങ്ങല്ലൂർ, മഹോദയപുരം എന്നൊക്കെ നമ്മൾ പറയുന്ന കൊടുങ്ങല്ലൂർ കേന്ദ്രമായിട്ടാണ് തിരിച്ചത്. ആ ഒരു ഭരണ സംവിധാനം നിലനിന്നിരുന്ന കാലഘട്ടം തന്നെ ഈ തിരുനാവായിലെ മാഘമഹോത്സവത്തിന്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു. തിരുനാവായ എന്നുള്ളത്, തിരു എന്നുള്ളത് പുണ്യം, ശ്രേഷ്ഠം എന്ന അർത്ഥത്തിൽ തിരു എന്നുള്ള സംസ്കൃത വാക്കും തിരു എന്നുള്ള തമിഴ് വാക്കും. അങ്ങനെയുള്ള പുണ്യക്ഷേത്രമായ തിരുനാവായ വൈഷ്ണവ സിദ്ധന്മാരുടെ പാടലുകളിൽ ഉൾപ്പെട്ട 108 പുണ്യദേശങ്ങളിൽ ഒന്നാണ്. 13 കേരളത്തിൽ. തെക്കേക്ക് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രം, പക്കരയിൽ ജനാർദ്ദന സ്വാമി ക്ഷേത്രം, അതുപോലെ തൃക്കൊടിത്താനം, തൃപ്പനയൂര്, ആറന്മുള ക്ഷേത്രം, അമ്പലപ്പുഴ ക്ഷേത്രം, ഇങ്ങനെ വന്ന തിരുനെല്ലി വരെയുമുള്ള 13 ക്ഷേത്രങ്ങൾ, വൈഷ്ണവ ക്ഷേത്രങ്ങൾ ഈ
വൈഷ്ണവ സിദ്ധിമാരുടെ പാടലുകളിൽ വർണ്ണനകളിൽ ഉള്ള ക്ഷേത്രങ്ങൾ. അതിലൊന്നാണ് തിരുനാവായ. തിരു നവയോഗികൾ പ്രതിഷ്ഠിച്ചതുകൊണ്ടാണ് നവ ആയ ഈ തിരുനാവായ എന്ന പേര്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓരോ സ്ഥലങ്ങളും പ്രതിഷ്ഠിക്കപ്പെടുള്ള ഭൂമിയിൽ താഴ്ന്നുപോയി അവസാനം മുകുന്ദനായിട്ട് സങ്കല്പിച്ച് പ്രതിഷ്ഠിച്ചപ്പോൾ അത് സ്ഥിരമായി എന്ന്. അതുകൊണ്ട് തിരുനാവായ നവാ മുകുന്ദൻ എന്ന് ആ പുണ്യക്ഷേത്രം ഇത്ര പൗരാണികമായ ആ ക്ഷേത്രത്തിന്റെ മാറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിന്റെ പരിസരത്തൂടെ ഒഴുകുന്ന നിളാനദിക്ക് വളരെ മുതൽ ഈ പൊന്നാനി കടപ്പുറത്ത് അത് ചേരുന്നത് വരെയുള്ള ദൂരത്തിൽ അതിന് ഭാരതപ്പുഴ എന്നാണ് പേര്. അതിനു മുമ്പ് മറ്റു പല പേരുകളുണ്ട്. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പൊ ഈ ഒരു പുണ്യനദിക്ക് ഭാരതപ്പുഴ എന്ന് പേര് വന്നത് ഋഷീശ്വരന്മാർ പരശുരാമന്റെ നിർദ്ദേശം അനുസരിച്ച് ബ്രഹ്മദേവൻ ഈ കരയിൽ യാഗം നടത്തിയപ്പോ ആ യാഗ സന്ദർഭത്തിൽ ഭാരതത്തിലെ എല്ലാ പുണ്യ നദികളും ഇവിടെ സംഗമിച്ചിരുന്നു എന്ന ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത്രയും പൗരാണികമായ ഒരു വിശ്വാസം, ശ്രേഷ്ഠമായ ഒരു പുണ്യ നദികളുടെ സംഗമ സ്ഥാനമാണ്, അവിടെ വിളിക്കുന്നത് ശ്രേഷ്ഠമാണ് എന്ന വിശ്വാസം മുമ്പേ ഉണ്ടായി. തിരുനാവായയും തിരുനെല്ലിയും ഒക്കെ തന്നെ ഈ 13 പുണ്യ വൈഷ്ണവ സങ്കേതങ്ങളിൽ പിതൃകർമ്മത്തിന് പേര് കേട്ട സ്ഥലങ്ങളാണ്. ഇന്നും അത് അനുവർത്തിച്ചു വരിക. അങ്ങനെയുള്ള ഈ തിരുനാവായയുടെ കരയിൽ പെരുമാറ്റന്മാര് 12 വർഷമാണ് അവരുടെ ഭരണം നടത്തിയത്. 12 വർഷം കഴിഞ്ഞാൽ ആ ഭരണാധികാരി ഒഴിയണം. ആ ഭരണാധികാരി ആരെന്ന് നിശ്ചയിക്കുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിലായിരുന്നു എന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. നാട്ടുകൂട്ടങ്ങൾ എന്ന് പറയുന്ന ഓരോ തറകളുടെയും ജനപങ്കാളിത്തമുള്ള നേതൃത്വങ്ങൾ ഒരുമിച്ച് വന്ന് അവർ പുതിയ ഭരണകർത്താവിനെ തെരഞ്ഞെടുക്കുകയും ആ ഭരണകർത്താവിനെ ഭരണവ്യവസ്ഥയുടെ മാതൃകയായിട്ട് അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യമായിട്ട് ഉടപാട് സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് ഈ തിരുനാവായയിൽ നടന്നിരുന്നു. അത് ഈ മാഘമാസത്തിലെ, നമ്മളിവിടെ മകരം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ മാഘത്തിലുള്ളതാണ്. ആ മാഘത്തിലെ മകര നക്ഷത്രം ഈ തിരുനാവായയിലെ ഈ ആഘോഷങ്ങൾ തുടങ്ങുന്നത് ചിങ്ങം കർക്കിടക രാശി, വ്യാഴം കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുക. അപ്പൊ വ്യാഴത്തിന്റെ സഞ്ചാരത്തെ കുറിച്ച് നമുക്കറിയാം. 12 വർഷമാണ് വ്യാഴത്തിന്റെ സഞ്ചാര കാലം. അതുകൊണ്ടാണ് വ്യാഴവട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ 12 വർഷത്തിലുള്ള ഈ കർക്കിടക രാശിയിലേക്ക് ചിങ്ങ രാശിയിലേക്ക് കടക്കുന്ന ഈ വ്യാഴത്തിന്റെ ആ പുണ്യ നിമിഷം അല്ലെങ്കിൽ സന്ദർഭം മുതലുള്ള 27 ദിവസങ്ങളിലായിട്ട് മകത്തിന് അവസാനിക്കുന്ന തരത്തിൽ ഈ വലിയൊരു സംഗമം നിളയുടെ തീരത്ത് നടന്നിരുന്നു. അതിന് ചേരന്മാരുടെ കാലം മുതൽ തന്നെ അതിന് പ്രാധാന്യമുണ്ടായിരുന്നു. അത് വലിയൊരു വാണിജ്യ ഉത്സവമായിരുന്നു എന്ന് പലരും പറയാറുണ്ട്. അത് ആൾക്കാർ കൂടുമ്പോൾ അവിടെ കച്ചവടക്കാരില്ല. അത്രയും പൊന്നാനി തുറമുഖായതുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തുള്ള കച്ചവടക്കാരും അവിടെ വന്ന് ചേർന്ന ജനങ്ങളിൽ നിന്ന് സ്വർണവും ആനക്കവും സ്വർണ്ണദ്രവ്യങ്ങളും ഒക്കെ വാങ്ങിയിരുന്ന വലിയ വാണി വ്യവസായം ഉണ്ടാകും. പക്ഷെ മുഖ്യമായി അവിടെ എല്ലാ രാജാക്കന്മാരും വന്ന് ഈ ചേരമാൻ പെരുമാളെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. 12 വർഷം കൂടുമ്പോൾ പെരുമാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ചടങ്ങ് അവിടെ സ്ഥാനാരോഹണത്തിന്റെ ചടങ്ങ് നടത്തിയത്. അതാണ് തുടക്കം. അത് പിന്നീട് സാമൂതിരിയുടെ കയ്യിലേക്ക് വന്ന ഒരു ചരിത്രകാലഘട്ടം. സാമൂതിരി എന്ന് പറയുന്നത് നെടിയിരിപ്പ് സ്വരൂപം എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു ചെറിയ സ്വരൂപമായി. വലിയ ഭരണകർത്താക്കളൊന്നുമല്ല. സ്വരൂപങ്ങൾ അനവധി ഉണ്ടായിരുന്നു. നമ്മുടെ എടപ്പള്ളി സ്വരൂപം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വിശ്വസിക്കാതെ. അപ്പൊ ഈ നെടിയിരിപ്പ് സ്വരൂപം എന്ന് പറയുന്ന ഒരു ചെറിയ ആ ഭരണകൂടം അത് പിന്നീട് ഏറാപ്പാടായി മാറി കോഴിക്കോട് കേന്ദ്രമായി വന്നപ്പോ അന്ന് ലോകവുമായുള്ള കച്ചവടം കോഴിക്കോട് കടപ്പുറത്ത് വലിയ ഗംഭീരമായിരുന്നു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും അറബികളും ഒക്കെ ആയിട്ടുള്ള കച്ചവടം അതോടുകൂടി വലിയ സമ്പത്താവുകയും സാമൂതിരി കരുത്തനാവുകയും സാമൂതിരി കൊച്ചി രാജ്യം വടക്കൻകൂട് വരെ ആക്രമിക്കുന്ന നിലയിലേക്ക് സ്വാധീന ശക്തിയായി വളരുകയും ചെയ്തു.
ചേരമാൻ പെരുമാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഈ മാമാങ്കത്തിന് അധ്യക്ഷ സ്ഥാനം വഹിക്കാനുള്ള അവകാശം വള്ളുവ വരാതിരിക്കാണ് ലഭിച്ചിട്ടുണ്ട്. വള്ളുവ വരാതിരി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആഴവകം ഉൾപ്പെടുന്ന തിരുവനന്തപുരം ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയുടേതായിട്ടുള്ള ആ വള്ളുവ വരാതിരിയാണ് ഈ അധ്യക്ഷ സ്ഥാനം ലഭിച്ചത്. ആ അധ്യക്ഷ സ്ഥാനം തനിക്ക് നേടാനുള്ള അന്നത്തെ പവർഫുൾ ഭരണാധികാരി എന്നുള്ള നിലയിലുള്ള സാമൂഹിക പരിശ്രമം ഈ വള്ളുവ വരാതിരിയെ പുറത്താക്കുകയും ഈ മാമാങ്കത്തിന്റെ അധ്യക്ഷ സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുകയും അത് അപമാനമായി കണ്ട ഈ കേരളത്തിലെ ജനങ്ങൾ, ഈ പറഞ്ഞ വള്ളുവനാട്ടിലെ ജനങ്ങൾ വലിയ ചാവലുകളായി നിന്ന് ഓരോ 12 വർഷവും യുദ്ധം ചെയ്ത് സാമൂഹികയിലേക്ക് ഏർപ്പെടുത്താൻ ശ്രമിക്കുകയും അതിൽ പരാജയപ്പെടുകയും ഒരു അപകടകരമായ നിലയിലേക്ക് ആ മാമാങ്കം അത് 1799 ശ്രീരംഗപട്ടണത്ത് ടിപ്പുവിനെ തോൽപ്പിക്കുന്നത് വരേക്കുമുള്ള കാലഘട്ടത്തിലെ അതിന്റെ ഒരു 30 കൊല്ലം മുമ്പേ വരെ മലബാറിലേക്ക് കയ്യെത്തി ടിപ്പു ആക്രമണം നടത്തിയപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങൾ കൊള്ളയും ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു, ഹിന്ദുക്കളെ മതം മാറ്റി, സാമൂതിരിയുടെ ഭരണശക്തിയെ ചോദ്യം ചെയ്തു. പല മൈസൂർ രാജവംശം പല പരിശ്രമങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ടിപ്പു പരാജയപ്പെട്ട് ഇംഗ്ലീഷുകാരുടെ കയ്യിൽ ഭരണം വന്നപ്പോൾ അപ്പോഴത്തേക്ക് ഏകദേശം സാമൂതിരിയുടെ പലരും പോയിട്ടുണ്ട്. കാരണം സാമൂതിരിയുടെ കയ്യിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത് ടിപ്പു അപ്പോഴത് മനസ്സിലാക്കണം. ഫറൂഖിലാണ് അദ്ദേഹത്തിന്റെ തലസ്ഥാനാക്കിയത്. ഫറൂഖ് എന്ന പേര് അങ്ങനെയാണ് ആ സ്ഥലത്ത്. പക്ഷെ അത് വിജയിച്ചില്ല. ഏതായാലും സാമൂതിരിയുടെ ശക്തി കുറഞ്ഞപ്പോ ഇംഗ്ലീഷുകാരെ പലതും നിരോധിച്ചതുപോലെ 1804 കളരി നിരോധിച്ചിട്ടുണ്ട്. പഴശ്ശിരാജ ഇംഗ്ലീഷുകാർക്കെതിരായി യുദ്ധം ചെയ്ത് ഇംഗ്ലീഷുകാരെ മുട്ടുകുത്തിച്ചിട്ടുള്ള പല സംഭവങ്ങളുണ്ടായി. അവസാനം പഴശ്ശിരാജനെ ചതിയിൽ കൊലപ്പെടുത്തിയെങ്കിലും ഇതിന്റെ എല്ലാം പുറകിൽ യോദ്ധാക്കളായ കേരളീയരായ കളരി അഭ്യാസികളാണ് എന്ന് മനസ്സിലാക്കിയത് ഇംഗ്ലീഷുകാരെ കളരി നിരോധിച്ചു. അതോടുകൂടി മാമാങ്കത്തിന്റെ ഒക്കെ തന്നെ പ്രസക്തി നഷ്ടപ്പെടുകയും മാമാങ്കം നിരോധിക്കുകയും അതുകൊണ്ടാണ് ഈ പറഞ്ഞ 278 വർഷമായിട്ട് മുടങ്ങിപ്പോയി. അപ്പൊ നമുക്ക് അതിന്റെ പുറകിലുള്ള ആത്മീയ ഘടകത്തെയും അതിന്റെ പുറകിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് ചേർന്നിട്ടുള്ള സാംസ്കാരിക ധാരയെയും ഒന്നും അറിയാതെ, ഈ ഭാരതപ്പുഴയുടെ പുണ്യസങ്കേതത്തിന്റെ പ്രാധാന്യം അറിയാതെ കേവലം തിരുനാവായിലെ നവാബ് തന്നെയല്ലാതെ ഒരു വശത്ത് ബ്രഹ്മാവും ഒരു വശത്ത് ശിവനും. ബ്രഹ്മാവിന്റെ ഇത്രയും പ്രസിദ്ധമായ ക്ഷേത്രം പുഷ്കർ മാത്രമേ രാജസ്ഥാൻ. അപ്പൊ 4 കൂടിയ കൃഷ്ണ തന്നെയായിട്ടുള്ള ബ്രഹ്മാവും അതുപോലെ ശിവനും വിഷ്ണുവും ഇത് ഒരു ത്രികോണാകൃതിയിലാണ്. അതൊക്കെ അടുത്ത കാലത്താണ് നമ്മളുടെ ചർച്ചയ്ക്ക് വന്നത്. ഒരു ശ്രീചക്രത്തിന്റെ ആ ഒന്നാമത്തെ ബിന്ദു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ത്രികോണത്തിന്റെ ആകൃതിയിലാണ് പവിത്രമാണ്. അതൊക്കെ ഒഴുകുന്ന നദിക്ക് പ്രാധാന്യമുണ്ട്, അവിടുത്തെ പുള്ളിക്ക് പ്രാധാന്യമുണ്ട് എന്നൊക്കെയുള്ളത് ഇപ്പോ ചർച്ചയിൽ വന്നു. ഏതായാലും ഈ ഒരു പല പല സംസ്കാരങ്ങളും മറന്നുപോയത്, നശിച്ചുപോയത് പുനർജീവിക്കുന്നതിന്റെ ഒരു അത്ഭുതകരമായ ഉദാഹരണമാണ് നമുക്ക് ഈ വർഷം തിരുനാവായി കാണുന്നത്. നമ്മുടെ കേരളത്തിൽ മറന്നുപോയ പലതും പുനർജീവിച്ചതിന്റെ കഥ പറയുമ്പോൾ ഏറ്റവും നമുക്കെല്ലാം നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുന്നത് ഹിന്ദുക്കൾ എന്ന് ഒരുമിച്ച് നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങളെയൊക്കെ പിന്തുടരുന്ന ഒരു കാലഘട്ടം നഷ്ടപ്പെട്ടു. എല്ലാ സമുദായങ്ങൾക്കും നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത സഹസ്രനാമമോ ഭഗവത്ഗീതയോ ഒന്നും ചൊല്ലാനുള്ള അവകാശമോ സ്വാതന്ത്ര്യമോ ഇല്ല എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട കാലം. നാരായണപണ്ഡിതൻ മലപ്പുറത്താണ് ജനിച്ചത്. ഈ തിരുനാവായിയുടെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇല്ലം. അദ്ദേഹം മനോഹരമായിട്ട് ഭാഗവത കഥയെ മുഴുവൻ ചാലിച്ചെടുത്ത് നാരായണീയം എഴുതി കഴിഞ്ഞപ്പോ സത്യത്തിൽ കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളും അത് പഠിച്ച് ചൊല്ലുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലം ഇന്നേക്ക് ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായി. വലിയ തറവാട്ടിലെ ചില തമ്പരാട്ടിമാരോ ചില നമ്പൂതിരി ഗ്രഹങ്ങളിലെ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളോ ഒക്കെ നാരായണീയം ചൊല്ലാൻ പാടുള്ളൂ, പഠിക്കാൻ പാടുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചു. മറ്റുള്ളവർക്ക് പലപ്പോഴും അതിനുള്ള സംസ്കൃത പരിജ്ഞാനം, അവകാശം, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ കാണുന്നു ഹിന്ദു സമൂഹത്തിൽ വന്ന ഒരു അത്ഭുതകരമായ പരിവർത്തനത്തിന്റെ ഒരു ലക്ഷണമാണ് നാരായണീയം സാർവത്രികമാണ്. ഏത് സമുദായത്തിൽപ്പെട്ട ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലും നാരായണീയം പഠിച്ച് ചൊല്ലുന്നതായ വലിയൊരു ഉണർവ്
കേരളത്തിലുണ്ടായി. അമൃതാനന്ദമയുടെ ആവിർഭാവത്തിന് ശേഷം, അമ്മയുടെ ആവിർഭാവത്തിന് ശേഷം സ്ത്രീകള് ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ആ ഒരു സമ്പ്രദായം കേരളത്തിൽ പുനർജീവിച്ചു. 82 വിശാല സമ്മേളനത്തിന് ശേഷം രാമായണം, തുഞ്ചത്തെഴുത്തച്ഛന്റെ രാമായണം എല്ലാവരും പാടുന്നത് കേരളത്തിൽ ആരംഭിച്ചു. പാലകൊണ്ടും വന്നതിന് ശേഷം ഏതെങ്കിലും അമ്പലത്തിന്റെ മൂലക്ക് 12 മണിക്ക് അവതാര മഹാത്മ്യം വായിക്കുന്ന നിലയിൽ മാത്രം ഉണ്ടായിരുന്ന കൃഷ്ണജയന്തി ഇന്ന് കേരളത്തിലെ മുഴുവൻ ഇളക്കി മറിക്കുന്ന ആഘോഷമായി മാറി. ഹിന്ദു ആയതിനു ശേഷം തന്റെ വീടിന്റെ മുന്നിൽ തകർന്നു കിടക്കുന്ന നരസിംഹക്ഷേത്രം പുതുക്കിപ്പണിത ഉണ്ണിയൻ സാഹിബ് രാമസിംഹൻ എന്ന അദ്ദേഹം പേര് സ്വീകരിച്ചു. അദ്ദേഹം പണിത് പ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പേ തീവ്രവാദികളും തച്ച് തകർത്ത് രാമസിംഹനെയും ദയാസിംഹന്റെ ഭാര്യ കമലാനന്ദനെയും അമ്മയെയും തൊട്ടുകാരെ കട്ടി ഒക്കെ വെട്ടിക്കൊന്ന സ്ഥലത്ത് ഇന്ന് ആ നരസിംഹക്ഷേത്രം പുനർനിർമ്മിച്ചു. കളിയില് ശിവക്ഷേത്രം നായി വാങ്ങുന്ന കല്ലിനെ ചമനകളിൽ പൂശുന്ന കളപ്പ എന്ന് കളപ്പിയെ കളിയാക്കിയ 56 കാലഘട്ടത്തിൽ അതിനെ അവഗണിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ മലബാറിലുള്ളവര് കളപ്പയെ പിന്തുണച്ചുകൊണ്ട് കളിക്ഷേത്രത്തിൽ മനോഹരമായി പുതുക്കി പണിതു. അങ്ങനെ കേരളത്തിലെ അനവധി സ്ഥലങ്ങളിൽ നമുക്ക് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണോ ഹൈന്ദവ ധർമ്മത്തിന്റെ പുനരാവിഷ്കരണവും കാണാൻ കഴിയുന്നു. അതിലെ ഏറ്റവും അത്ഭുതകരമായ അധ്യായമാണ് ഇപ്പൊ നമ്മൾ കണ്ട ഈ മാമാങ്കം പുരസ്കരം എന്ന് പറയാതിരിക്കാൻ പറ്റും. ആരും പൈസ കൊടുത്തിട്ടോ പ്രചരണം നടത്തിയിട്ടല്ല അങ്ങനെ വന്നത്. ഈ വർഷത്തെ മാമാങ്കത്തിന്റെ ക്രമങ്ങളെല്ലാം നിശ്ചയിച്ചത് ജന്മം കൊണ്ട് ത്രിപുത്രക്കാരനായ ഒരു വ്യക്തി, അദ്ദേഹം ശൈവസമ്പ്രദായത്തിൽ കാശ്മീരിൽ നിന്ന് സന്യാസം സ്വീകരിച്ച് ഉള്ള ഒരു സന്യാസി. അദ്ദേഹം ആനന്ദാനന്ദ സ്വാമി മഹാമണ്ഡലേശ്വരം ഭക്തചേരൊക്കെ ചേർന്ന് ആണ് ഈ പറയുന്ന 27 ദിവസത്തേക്കുള്ള ക്രമങ്ങളെല്ലാം നിശ്ചയിച്ചത്. അതിൽ ആദ്യത്തെ ഭാഗം പിതൃക്കളുടെ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളതും, രണ്ടാമത്തത് ദേവന്മാരെ ആരാധിക്കാനും, മൂന്നാമത്തെ ഋഷീശ്വരന്മാരെ ആരാധിക്കാനുമുള്ള ക്രമത്തിൽ ചിത്രപ്പെടും. സത്യത്തിൽ ഈ മാസം നടക്കുന്ന ഈ തിരുനാവായയുടെ മണ്ണിൽ വെട്ടിവെച്ച ചവേറുകളായി ജീവിതം കഴിഞ്ഞ അനവധി പേരുണ്ടായി. അവർക്കെല്ലാം മോക്ഷം കൊടുക്കുന്ന ക്രിയയാണ് ആദ്യം 3 ദിവസം നടത്തുന്നത്. കൗള സമ്പ്രദായത്തിലുള്ള ശ്രാദ്ധ നടന്നു, വൈദിക സമ്പ്രദായത്തിലുള്ള ശ്രാദ്ധ നടന്നു, സാധാരണ നിലവാരത്തിലുള്ള ശ്രാദ്ധ നടന്നു. സത്യത്തിൽ ആ പിതൃക്കളെല്ലാം മോക്ഷം കിട്ടിയതോടുകൂടി കേരളം മുഴുവനുള്ള ഹിന്ദുക്കളിൽ ഒരു ഉണർവ് തനിയുണ്ടായി എന്നേ പറയുന്നതായിരുന്നു ഒരു വശത്ത്. എല്ലാ സമ്പ്രദായങ്ങളും അവിടെ യോജിച്ചു. കളരി സമ്പ്രദായം അല്ലെങ്കിൽ കല്ലടിക്കോട് സമ്പ്രദായം, ഇന്ന് ഒരുപക്ഷെ കോഴിയെ വെട്ടുന്നത്, മദ്യം ഉപയോഗിക്കുന്നത് എന്തോ നികൃഷ്ടമാണ് എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ വന്ന് ചില പാരമ്പര്യങ്ങൾ കേരളത്തിൽ അത് ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ ആചരിക്കണം. അതിന്റെ കൂട്ടത്തിൽ വൈദിക ബ്രാഹ്മണ സമുദായത്തിലുള്ള ആരാധനകൾ അവിടെ നടന്നു. അതിന് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തം ഉണ്ടായത് അവസാനത്തെ ദിവസം 2-3 തീയതികളിൽ അവിടെ അവസാനത്തെ ദിവസം പരശുരാമനും അതുപോലെ തന്നെ യോഗീശ്വരനും പത്മമായിട്ട് പൂജയുണ്ട്. അപ്പൊ പൂജ തൊടാൻ എന്തായാലും പോകണം എന്നുള്ളതിനേക്കാണ് ഞാൻ അവസാനത്തെ ദിവസങ്ങളിൽ പോയത്. അപ്പൊ ആ പൂജ നടത്തുന്ന തന്ത്രിമാർ, അതുപോലെ അതിന്റെ മുഴുവൻ ചുമതലകൾ നിർവഹിച്ചിരുന്ന സുധീർ നമ്പൂതിരി, ആ തിരുനാവായ ക്ഷേത്രത്തിന്റെ മേശാന്തി, അദ്ദേഹത്തിട്ട് ഞങ്ങൾ ആ യാഗം നടത്തുന്ന ഹോമം നടത്തുന്ന മണ്ഡപത്തിൽ കയറി. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സുധീർ നമ്പൂതിരി എന്റെ കയ്യിലും സെറ്റുകൾക്ക് കയ്യിലും ദക്ഷിണ തന്നിട്ട് പറഞ്ഞു, ഇവർക്ക് ദക്ഷിണ കൊടുക്കണം. സത്യത്തിൽ ഞാനത് വെറും വാക്കുകൾ പറയല്ല, യജമാന സ്ഥാനത്ത് നിന്നിട്ട് ദക്ഷിണ കൊടുക്കുക എന്ന് പറഞ്ഞ യജമാന്റെ കർത്തവ്യമാണ്. ഒരു ചെലവുമില്ലാതെ ഈ മഹത്തായ കർമ്മത്തിന്റെ അവസാനത്തെ ചടങ്ങിന് ദക്ഷിണ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെല്ലാം ഈ ഒരു ജീവിതകാലങ്ങളിൽ ഹിന്ദു ധർമ്മത്തിന്റെ രക്ഷയ്ക്ക് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഈശ്വരൻ നൽകിയ ഒരു അംഗീകാരം തന്നെയാണ്. അവിടെ അത്ഭുതകരമായത് വടക്കേന്ത്യയിൽ നിന്ന് സന്യാസിമാർ വന്നു അമൃതസ്നാനത്തിന്. അതിനുവേണ്ടി പ്രത്യേകം തീവണ്ടികൾ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു. 3 തീവണ്ടികൾ തിരുനാവായ സ്റ്റേഷനിൽ നിർത്താത്തത് നിർത്തി. അതുപോലെ തന്നെ കേരളത്തിലെ 4 ശങ്കര മഠങ്ങളിലേക്കും ഇന്നത്തെ മഹാത്മാരെ അവിടെ വന്നു. ഇത് അടുത്ത കാലത്തൊന്നും ഉണ്ടായിരുന്നു. വന്നിട്ടുണ്ട് പല പരിപാടികളിലും പലരുണ്ട്. പക്ഷെ
ഉള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ 4 മഠങ്ങൾ സന്യാസി പരമ്പര ശങ്കരാചാര്യൻ അവർ എല്ലാ സ്വാമിമാരും അമൃതാനന്ദമയ്യമ്മ പൂർണ്ണമായി പിന്തുണ കൊടുത്ത് മോനെ അത് ഗംഭീരമായി നടത്തണമെന്ന ആശീർവാദവസ്തുക്കളോടുകൂടി തവനൂർ എന്ന വാക്കിന്റെ താപസനവും അവിടെയാണ് പരശുരാമൻ കൊണ്ടുവന്ന യാത്ര നടത്തിയതെന്ന് വിശ്വസിക്കുന്നു. ആ സ്ഥലത്ത് ഗംഭീരമായി അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ പരിപാടികൾ നടന്നു. ഇതിന്റെ ഒരു കണക്കുകൾ പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഭക്ഷണം കൊടുക്കാൻ ഒന്ന് കേരളത്തിന് വെളിയിൽ പ്രവർത്തിക്കുന്ന ഭാരതത്തിന് വെളിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആധ്യാത്മിക മഹാനായിട്ടുള്ള മോഹൻജി എന്ന് പറയുന്ന അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ ആ മകളുടെ പേരിലുള്ള ആമോസ് കെയർ എന്ന് പറയുന്ന ആ ഒരു അടുക്കള പ്രവർത്തിച്ചു. അതുപോലെ തന്നെ തവനൂരിലെ അമൃതാനന്ദമയി മഠത്തിന്റെ ആ സങ്കേതത്തിൽ അവിടെ ഒരു അടുക്കള പ്രവർത്തിച്ചു. തിരുനാവായ അമ്പലത്തിന്റെ അടുക്കളയിൽ പ്രവർത്തിച്ചു. സത്യത്തിൽ 15,000, 45,000, 10,000 ഇങ്ങനെ ഒരു ദിവസം ഒരു 80,000-ഓളം പേര് ഈ ദിവസങ്ങളിൽ ഭക്ഷണം കഴിച്ചു. അത്ഭുതകരം. നേരത്തെ ഇവിടെ ടീച്ചർ പറയുമ്പോ സുഖമായി ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നു. ആർക്കും ഒരു കംപ്ലൈന്റും ഇല്ലാതെ ഇത്രയും പേര് ഭക്ഷണം കഴിച്ചു. ഈ പരിപാടികൾ മുഴുവൻ കഴിഞ്ഞ് നടത്തിപ്പിന് ഉണ്ടായിരുന്ന നമ്മുടെ വളണ്ടിയർമാർ, സേവാഭാരതിയുടെ വളണ്ടിയർമാർ ചില ദിവസങ്ങളിൽ 650 പേര് വരെ വന്ന് പ്രവർത്തിച്ചു. ആദ്യത്തെ ദിവസങ്ങളിൽ 200-250 പേര്, അവസാനം 650 പേര്. 3-ാം തീയതി, 1-ാം തീയതി, 26-ാം തീയതി ഒക്കെ വലിയ ജനം. അപ്പൊ ഇത്രയും പേര് പ്രവർത്തിച്ചിട്ടും ഒരു അവശതകളും ഉണ്ടായി, ഒരു അപകടം ഉണ്ടായില്ല. വൈകുന്നേരം വരെ നിന്ന് നേരത്തെ ഇവിടെ ടീച്ചർ പറഞ്ഞ പോലെ വെയിലിനോട് പടവരുത് നിന്നിട്ട് അവസാനം അവകാശപ്പെടുത്തുന്ന ജനങ്ങളുണ്ടായി. അവരെയൊക്കെ സ്ട്രെച്ചറുകൾ എടുത്തുകൊണ്ടുപോകുന്ന സേവാഭാരതി പ്രവർത്തിച്ചു. ആദ്യം തന്നെ അമൃതാനന്ദമയി മഠത്തിന്റെ കീഴിലുള്ള അമൃത ആശുപത്രി, അവിടെ ഒരു ആശുപത്രി ആരംഭിച്ചു. അതിനുശേഷം അവിടെയുള്ള ഇടപാടുള്ള ഒരു ആശുപത്രി അതുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവരുടെ സേവനങ്ങൾ നൽകാൻ തയ്യാറാണ്. അങ്ങനെ വളണ്ടിയർമാര് ആയിരക്കണക്കിന്, അമ്മമാരെ വെള്ളം കൊടുക്കാൻ, വൈകുന്നേരം നിളാനദി ഇവിടെ അത്ഭുതകരമായി എല്ലാവരും കണ്ടതാണ്. നമ്മുടെ ഹരിദ്വാറിലൊക്കെ തന്നെ ആനന്ദി കണ്ടിട്ടുണ്ട്. ഹരിദ്വാറിലെ പണ്ഡിറ്റുമാരെ കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്തും, ഹരിദ്വാർ ഋഷികേശിലെ പണ്ഡിറ്റുമാരെ കൊണ്ടുവന്നിട്ട് തവനൂരുമായിട്ട് ഈ നിളാനദി ഏറ്റവും കൂടുതൽ പേര് ദർശിച്ചത് ഈ നിളാനദി. അതില് ജനം ടിവിക്ക് വലിയ കയ്യടി. ഈ നിളാനദി എല്ലാ ദിവസവും കാണിച്ചത് ശബരിമലയുടെ ആ സംഘർഷ കാലഘട്ടത്തിൽ ഹരിവരാസനം ചൊല്ലുന്നത് വരെ ടി.വി. കൗണ്ടിലിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലെ ഭക്തന്മാര്, സജ്ജനങ്ങൾ. അതുപോലെ ഇത് കഴിഞ്ഞിട്ട് വീടുകളിൽ പോയപ്പോ പല ആൾക്കാരും പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ തിരക്കിൽ വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ വീട്ടിലിരുന്ന് മനോഹരമായിട്ട് കണ്ടു ഈ ആനന്ദം. ആ നിലയിൽ നമ്മുടെ ജനം ടിവിയും അതിൻ്റെതായ പങ്ക് വഹിച്ചു. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാരും വളരെ നല്ല നിലയിൽ ഈ കാര്യത്തിൽ സഹായിച്ചു. സർക്കാരിന്റെ പ്രത്യേക പ്രഖ്യാപനങ്ങളൊന്നുമില്ലെങ്കിലും ഇത്രയും വലിയ ജനങ്ങൾ വന്ന സമയത്ത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ 1000 പേര് തന്നെ ഈ അവസാന ദിവസങ്ങളിലൊക്കെ പോലീസുകാരുണ്ടായി. അപ്പൊ ആ നിലയിൽ നോക്കിയാൽ മൊത്തത്തിൽ നമ്മുടെ ഈ അത്ഭുതകരമായ ഒരു അനുഭവമാണ്. ഈ മൊത്തം പരിപാടി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഒരു മുസ്ലിം 14 ഏക്കർ സ്ഥലം വൃത്തിയാക്കിയിട്ട് പ്രതിഫലം വാങ്ങാതെ വാഹനം പാർക്ക് ചെയ്യാനായിട്ട് വിട്ടു. അവിടെയാണ് ബസ്സുകളും മറ്റുമൊക്കെ പാർക്ക് ചെയ്യുന്നത്. ബാക്കി ഈ ദിവസങ്ങളിൽ അനവധി പേർക്ക് ഒരു വരുമാനം ഉണ്ടാകുന്ന തരത്തിലുള്ള വലിയൊരു അവസരം ഉണ്ടായി. അനവധി വീടുകളുടെ മുന്നിൽ പാർക്കിംഗ് പൈസ വെച്ചിട്ട് അവർക്ക് വരുമാനം. ഓട്ടോറിക്ഷക്കാർക്ക് വലിയ വരുമാനം. അവർ അമിതമായ പൈസയൊന്നും വാങ്ങിയില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും 30 രൂപ വെച്ച് വാങ്ങിയപ്പോൾ തന്നെ 10,000 ഓരോ ദിവസവും അവരെ സമ്പാദിച്ചു. അപ്പൊ മൊത്തത്തിൽ ഈ പരിപാടി ഭംഗിയായി നടന്നു. ഒരു അപകടം ഉണ്ടായില്ല. ജനങ്ങൾക്കെല്ലാം ഒരു പറഞ്ഞറിയാത്ത സന്തോഷം, കുംഭമേളത്തിൽ പോയവരുടെ അനുഭൂതി. കുറച്ച് വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ടാണെങ്കിലും അതെല്ലാം ഒരു ആനന്ദമായി കണ്ടുകൊണ്ട് ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുത്തു. അപ്പൊ മൊത്തത്തിൽ നോക്കിയാൽ ഈ വർഷത്തെ മാഘമക മഹോത്സവം 272 കൊല്ലങ്ങൾക്ക് മുമ്പേ നിന്നുപോയെങ്കിലും അതിന്റെ ആധ്യാത്മികമായ ചൈതന്യം ചോരാതെ തന്നെ വലിയ ജനപങ്കാളികളോടുകൂടി സ്വയം പ്രേരിതമായി ജനങ്ങൾ സംഘടിച്ച് ഓരോ അമര കമ്മിറ്റികളും ഓരോ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഓരോ ജനസംഘങ്ങളും ഒരുമിച്ച് വരുന്ന വലിയൊരു കാഴ്ച നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. ഏകദേശം
ഈ തിരുനാവായയുടെ സാംസ്കാരിക പശ്ചാത്തലം, മണിക്കിണർ, വിരഞ്ചിറ, അങ്ങനെ പല പല കുടക്കല്ല്, അങ്ങനെ പല പല കാര്യങ്ങളും ചരിത്രവുമായി ബന്ധപ്പെട്ടതുണ്ട്. അതിലേക്ക് ഇന്നത്തെ സമയക്കുറവുകൊണ്ട് ഞാൻ പ്രവേശിക്കുന്നില്ല. ഏതായാലും കേരള ചരിത്രത്തിലെ അത്ഭുതകരമായ ഒരു പുനരുത്ഥാനം ഈ മാമാങ്കത്തോടനുബന്ധിച്ചുണ്ടായി. തീർച്ചയായിട്ടും അതിനൊരു അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കാൻ മഹാമണ്ഡലേശ്വര ആനന്ദപുര സ്വാമിക്ക് കഴിഞ്ഞു. അതിനോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ എല്ലാ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും സന്യാസിമാരും മുന്നോട്ട് വന്നു. ചില സിനിമാ നായകൻ നടന്നാൽ സുരേഷ് ഗോപി പോലത്തെ ആൾക്കാരെ അവിടെ വന്നു, ശശി തരൂരിനെ പോലുള്ള ആൾക്കാരെ സിനിമക്കാരെ അവിടെ വന്നിരുന്നു. ഇത്യാദികളൊക്കെ തന്നെ ഇത്തരം ആശയങ്ങളുടെ വലിയ പ്രചാരന്മാരായതുകൊണ്ട് അവരുടെ പേര് പ്രശസ്തിയുള്ളവരാണെന്ന് ഞാൻ വലിയ അത്ഭുതമായിട്ടൊന്നും കണ്ടിട്ടില്ല. ഇതുപോലെ തന്നെ എല്ലാ സന്യാസി മഠത്തിന്റെയും സന്യാസിമാരും കേരളത്തിൽ നിന്ന് ആ സ്ഥലത്ത് വന്നിരുന്നു. ഇങ്ങനെ കേരളീയർക്ക് മുഴുവൻ ഒരു മനസ്സിന് ഇമ്പം നൽകുന്ന, അഭിമാനം നൽകുന്ന, സന്തോഷം നൽകുന്ന ചരിത്രത്തിന്റെ ഒരു പുനരാവിഷ്കരണമായി ഈ മഹാമഹോത്സവം മാറി എന്നുള്ളത് സന്തോഷകരമാണ്. നമ്മുടെ അംഗങ്ങൾ ഉത്സാഹപൂർവ്വം ഭക്തിപൂർവ്വം ആ സ്ഥലത്ത് പോയി ആനന്ദപൂർവ്വം സ്നാനം ചെയ്യാൻ, നമ്മുടെ സൗഹൃദവും സാഹോദര്യവും പുതുക്കാൻ അവസരമുണ്ടായി. അതിന് ജഗദീശ്വരനോട് നമുക്ക് നന്ദി പറയാം. ഇനി വരുന്ന വർഷങ്ങളിലും കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിലെ മായ്ച്ചു കളയാൻ പറ്റാത്ത ഈ പഴയ അടയാളം ഉറവാക്കുക